ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിക് അൾസർ, അതായത് ക്രോണിക് നോൺ ഹീലിംഗ് അൾസർ, കരിയാത്ത മുറിവ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ആ സീരീസിലുള്ള 6ാമത്തെ ടോക്കാണ്. ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാല് പ്രോപ്പറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് നമുക്ക് ഈ അൾസറാണ് കാലേ വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാലം. അപ്പോൾ ഈ ടോക്കിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൽഫ് എക്സാമിനേഷൻ ഓഫ് ഫുഡ്, അതായത് നമ്മൾ ഡയബറ്റിക് പ്രമേഹ രോഗികൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഓരോ ജോലികളും മുറ്റത്തും പറമ്പിലൊക്കെയായിട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഷൂ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ ബെയർ ഫോട്ട് ചെരുപ്പിട നടക്കുന്നവരാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം നമ്മൾ കുളിയെ കഴിയുമ്പോൾ കാലയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് കാലൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കണം. കാരണം സെൻസറി ലോസ് ഉണ്ടാകും, നമുക്ക് സെൻസേഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ കൊണ്ടിരിപ്പുണ്ടോ, മുള്ളു കൊണ്ടിട്ടുണ്ടോ, നെയിൽസ് എങ്ങനെയുണ്ട്, അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കി ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതേപോലെയുള്ള വലിയ മുറിവുകൾ, വലിയ അൾസറുകൾ, നോൺ ഹീലിംഗ് അൾസറുകൾ തടയാൻ സാധിക്കും. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം കാലിൻ്റെ കാര്യത്തിൽ, ഈ അൾസറിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പർ എക്സാമിനേഷൻ, അതായത് സെൽഫ് എക്സാമിനേഷൻ, ഡെയിലി എക്സാമിനേഷനാണ്. അപ്പോൾ അത് നമ്മൾ ഡെയിലി ചെയ്യണം. ഇപ്പോൾ രാവിലെ നമുക്ക് സമയം കാണും, നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ ഒരു ചപ്പലിട്ട് അല്ലെങ്കിൽ ഷൂ ഇട്ട് ജോലിക്ക് പോകുന്നു, വൈകുന്നേരമായിരിക്കും നമ്മൾ റിട്ടേൺ വരുന്നു. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഉള്ള സമയം, ഇതിന് അധികം സമയം ആവശ്യമില്ല, 5 മിനിറ്റ് മതി. അപ്പോൾ നമ്മുടെ കാലം ഒന്നേ കുളിക്കുന്നതിന് മുമ്പേ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് നോക്കാം, നെയിൽസൊക്കെ പ്രോപ്പറായിട്ടാണ് വെട്ടിയേക്കുന്നത്, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സ്മെല്ലുണ്ടോ, അല്ലെങ്കിൽ തൊലി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ടോ, അല്ലെങ്കിൽ ബ്ലബ് ഉണ്ടോ, അല്ലെങ്കിൽ കാലസ് ഉണ്ടോ, തടിച്ചു, അല്ലെങ്കിൽ തഴമ്പുകളായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രഷർ പ്രത്യേക ഏരിയ വരുന്നത്, അല്ലെങ്കിൽ ഷൂ ഇട്ടിട്ട് വിരലുകളാണ് കൂടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറാണ് ചപ്പലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കണം. നമ്മൾ പൾസ് നോക്കണം, അത് ഡോക്ടർ ലെവൽ, നമ്മൾ ക്ലിനിക്കൽ ലെവലിൽ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് സപ്ലൈ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കാലിന് പലപ്പോഴും നമ്മൾ കാലൊരു സിംറ്റം കാണണമെന്നില്ല, അതായത് നമുക്ക് കാലിന് വേദന വരണമെന്നില്ല. നമ്മൾ അറിയുന്നുണ്ടായാലും വല്ലതും കൊണ്ട് ചിലപ്പോൾ ഷൂവിൻ്റെ അകത്ത് പോലും ചിലപ്പം ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം, ഒരു പൊടി കഷ്ണം കയറിയിടുന്നത്, അത് കുത്തി കയറി നമുക്ക് മുറിവുണ്ടാകും. നമ്മൾ ഷൂ അപ്പോൾ നോക്കണം, നമ്മൾ കൊട്ടിക്കളഞ്ഞ് അതിൻ്റെ അകത്ത് വല്ല ഇരിപ്പുണ്ടോ, നമുക്ക് കല്ലിൻ്റെ കഷ്ണം, എന്തെങ്കിലും ഷൂവിൻ്റെ ഒരു ഭാഗം എല്ലാം കൊണ്ടിട്ട് നമ്മൾ പ്രത്യേക ഏരിയ നമുക്കൊരു കളർ ചേഞ്ച് വരാം. നമ്മളത് വേദന അറിയണമെന്നില്ല, അതൊരു അൾസറായി കഴിയുമ്പോൾ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ഫുഡ് വെയർ വേണം. പ്രമേഹ രോഗികൾക്കുള്ള ഫുഡ് വെയർ ആയിക്കിടേണ്ടത്. ഒത്തിരി നമ്മൾ പോയിൻ്റ് ചെയ്യുന്ന ഷൂസ് ഉപയോഗിക്കില്ല ഫ്രണ്ടിലേക്ക്, അത് വിരലുകളിലാണ് നമ്മൾ ഓവർലാപ്പ് ചെയ്യും, ഓരോന്നിൻ്റെ പുറകെ മുകളിലായിട്ട് വന്നിട്ട് അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ചെരുപ്പിൻ്റെ സെലക്ഷൻ പ്രധാനമാണ്. ഷൂ ആണെങ്കിൽ ഷൂ, ചപ്പലാണെങ്കിൽ ചപ്പൽ, അവനവന് കംഫർട്ടബിൾ ഏതാണ് അത് ഉപയോഗിക്കുക, മയമുള്ളത് ഉപയോഗിക്കുക. MCR ചപ്പലുകളാണ് നമുക്കറിയാം, മൈക്രോസെല്ലാർ റബ്ബർ. പലപ്പോഴും നമുക്ക് സെൻസറി ലോസ്, അല്ലെങ്കിൽ നംനെസ്, അല്ലെങ്കിൽ ഭയങ്കര പെയിന്, അല്ലെങ്കിൽ ബേണിങ് സെൻസേഷനൊക്കെ ഉള്ളവർ MCR ചപ്പൽ ഇങ്ങനെ ഓരോ അവനവന് ഇഷ്ടപ്പെട്ട ചെരുപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അല്ല, നമുക്ക് പ്രഷർ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചപ്പലുകൾ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഡോക്ടർ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ പോഡിയാട്രിസ്റ്റിനെ കണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ പ്രഷർ അൾസർ വരും, കാലസ് വന്നിട്ട്. കാലസ് പറഞ്ഞൊരു താഴം പോലൊരു സ്കിന്നിലൊരു തടിപ്പ് വരുന്നതാണ്, ആ പ്രഷർ വരുന്നിടത്ത് അതിൻ്റെ അടിയിലായിരിക്കും അൾസർ പിന്നീട് വരിക, അത് പിന്നെ കരിയാതെ കിടക്കും. അപ്പോൾ നമ്മളൊരു നോൺ ഹീലിംഗ് അൾസറിലേക്ക് പോകുന്നതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആദ്യം പ്രോപ്പർ സെൽഫ് എക്സാമിനേഷൻ ഓഫ് ഫുഡാണ്. അത് ഡെയിലി നമ്മൾ ചെയ്യണം. പിന്നെ പ്രോപ്പറായുള്ള ചപ്പലുകൾ ഒന്നെങ്കിൽ നമുക്ക് അറിയത്തില്ലെങ്കിൽ ഡോക്ടർ സജഷൻ, അല്ലെങ്കിൽ ഓർത്തോട്ടിക്സിൻ്റെ സഹായത്തോടെ നമ്മൾ പ്രോപ്പറായുള്ള ചപ്പൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മുറിവ്, പരിക്കുകൾ ഉപയോഗിക്കില്ല. പ്രോപ്പറായിട്ട് ചപ്പലാണെങ്കിൽ ആ ചപ്പൽ കൊണ്ട് തന്നെ നമുക്ക് പരിക്കുകളുണ്ടാകും. അപ്പോൾ അത് പിന്നെ കരിയാതെ കിടക്കും. അപ്പോൾ ഒരു മുറിവ് വന്നാൽ കരിയാൻ അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യാൻ താമസമുള്ളതുകൊണ്ട് പ്രമേഹ രോഗികൾ മുറിവ് വരാതെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് റെഡ്നെസ്, ചുവപ്പാണെങ്കിൽ വരാം, ഒരു തടിപ്പ്, കാലസ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒരു ബ്ലബ്, ഒരു കുമ്പള പോലെ വന്ന് പൊട്ടാം. ബെഡ് സോറൊക്കെ എങ്ങനെയാണ് വരുന്നത്, നമ്മളൊരു പ്രഷർ പോയിൻറ്റ് കുറേ നേരം കിടന്നു കഴിയുമ്പോൾ നമ്മൾ ബാക്കിലൊക്കെ നമുക്കൊരു റെഡ്നെസ് ആദ്യം വരും, ചുവപ്പ് വരും, പിന്നെ ഒരു ബ്ലബ്, ഒരു കുമ്പള, ചൂടുവെള്ളം വന്ന പോലെ ഒരു കുമ്പള വരും, പിന്നെ അത് പൊട്ടും, സ്കിന്ന് നൈസായിട്ട് പൊട്ടും, പിന്നെ ഒരു അൾസറായും. ബെഡ് സോർ ആകുമ്പോഴത്തേനും പുറമേയുള്ള ലെയർ ഓഫ് സ്കിന്നാണ്. ഇത് പ്രഷർ പോയിൻറ്റ് കാലിൻ്റെ ആകുമ്പോഴത്തേനും കട്ടിയുള്ള, സോളിൻ്റെ അടിഭാഗം നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന അൾസർ അടി വരുന്നതെന്ന് വെച്ചാൽ നല്ല ഡീപ്പായിരിക്കും, അതുകൊണ്ട് കരിയാനൊക്കെ സാധിക്കും. പിന്നെ നമ്മൾ കാല് വെച്ച് നമുക്ക് നടന്നേ പറ്റും. ഓരോ കാര്യം നടക്കുമ്പം അവിടെ വീണ്ടും പ്രഷർ വരും, വീണ്ടും കരിയാൻ വലിയ മുറിവായി മാറും. അപ്പോൾ നമ്മൾ ഡെയിലി ഇൻസ്പെക്ഷന്, പ്രോപ്പർ ചപ്പല,
പിന്നെ ഷുഗർ കൺട്രോൾ അതും പ്രധാനമാണ്. കാരണം ഡയബറ്റീസ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു പറഞ്ഞാലും ഷുഗർ അൺകൺട്രോൾ ആണെങ്കിൽ നമ്മുടെ സെൻസറി ലോസ് വരും, നമുക്ക് മസിൽ പവർ വരും, ലോസ് വരും. അപ്പോൾ മോട്ടോർ ആൻഡ് സെൻസറി ലോസ് വരും. ഇത് രണ്ടും നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കാലിന് പരിക്കുപറ്റാനുള്ള സാധ്യത പലപ്പോഴും കൂടുതലാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ചില മുറ്റത്തോടെയൊക്കെ ചിലപ്പം ചിപ്സൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള നമ്മളറിയാം ഇപ്പം വിരിക്കുന്ന സ്റ്റോൺസ് ഉണ്ട് പുറത്തൊക്കെ വിരിക്കുന്ന, നമ്മൾ കടപ്പ സ്റ്റോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ വിരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിലത്ത് ചുട്ടുപൊളി കിടക്കുക. അപ്പോൾ സെൻസേഷൻ ഇല്ലാത്ത ചിലപ്പോൾ ബെയർഫുട്ടായിട്ട് പോയി കഴിഞ്ഞാൽ കാലിൻ്റെ അടി പൊള്ളാറുണ്ട്. നമ്മൾ ടാർ റോഡിൽ കിടക്കെ നമ്മൾ ബെയർഫുട്ടാണ് നടന്നു കഴിയുമ്പോൾ, ചൂടത്ത് നടന്നു കഴിയുമ്പോൾ. അതേപോലെ അങ്ങനെയുള്ള മുറ്റത്തൊക്കെ ബെയർഫുട്ടാണ് ചിലപ്പോൾ നമ്മൾ അറിയുകയില്ല, നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം അറിയുന്നില്ല, പിന്നീട് നോക്കുമ്പോൾ ആയിരിക്കും ഒരു കുമ്മള പോലെ വന്നേക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണേ പ്രോപ്പർ ചപ്പൽ എപ്പോഴും ഉപയോഗിക്കണം, അകത്തും പുറത്തും ഉപയോഗിക്കുക. അകത്ത് നമ്മൾ ഒത്തിരി നേരം നിൽക്കുന്ന തണുപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. പുറത്ത് നമ്മൾ ചൂട് അങ്ങനെയുള്ള എക്സ്ട്രീം ക്ലൈമറ്റ് നമുക്ക് കാല് അറിയുന്നില്ല, അതുകൊണ്ട് അന്നേരം ഒരു പ്രോപ്പർ ചപ്പൽ ഉപയോഗിക്കുക. പിന്നെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ പ്രഷർ പോയിൻറ്റ്സ് ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചുള്ള ഓർത്തോട്ടിക് ചപ്പലുകൾ ഉപയോഗിക്കുക. അങ്ങനെ സെൽഫ് എക്സാമിനേഷൻ, പ്രോപ്പറായിട്ട് ചപ്പലുകൾ, ഷുഗർ കൺട്രോളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അൾസർ വരുന്നത് നമുക്ക് തടയാനും, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളത് ഡ്രസ്സ് ചെയ്ത് നമുക്ക് കാല് മുറിക്കാൻ ആംബുട്ടേഷനിലേക്കൊക്കെ നീങ്ങേണ്ടി വരും. അത് ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഡെയിലി എക്സാമിനേഷന് പ്രത്യേകമുള്ള ചപ്പലുകൾ, അതുകൂടാതെ നമ്മൾ ഷുഗർ കൺട്രോൾ, ഈ 3 കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ ശ്രദ്ധിക്കാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലേ മുറിവേറും തടയാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.